ഭയങ്കര ബാഡ് സ്മെല്ല, ഭയങ്കര മണം തന്നെ. അപ്പം പറഞ്ഞു തന്ന സബ്സ്ക്രൈബറുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുവാണ്. ഇതിലൂടെ ഒരു ബിഗ് താങ്ക്സ് കൊടുക്കുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാകത്തിന് നല്ല കിടുക്കൻ മഴയല്ലേ, ഇടവപ്പാതിയിലെ ഇടമുറിയാതെയുള്ള മഴ. അത് ശരിക്കും അനുഭവിക്കാനായത് ഇന്നലെയാണ്, അതായത് ഞായറാഴ്ചയാണ്. ഫുൾ ഡേ മഴയായിരുന്നു കേട്ടോ. മഴയ്ക്ക് വിവിധ ഭാവങ്ങളാണ്. ഇലയിൽ വീഴുന്ന മഴയ്ക്കൊരു ഭംഗി, നിലത്ത് മണ്ണിൽ വീഴുന്ന മഴയ്ക്കൊരു ഭംഗി, ഓടിൻ്റെ മുകളിൽ വീഴുന്ന മഴയ്ക്ക് വേറൊരു ഭംഗി. ഓരോ സ്ഥലത്തും മഴ പെയ്യുമ്പോഴും അതിന് ഓരോ ഭംഗിയാണ് എനിക്ക് തോന്നാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മഴ പെയ്യുമ്പോൾ എപ്പോഴും ഞാൻ കുടയായിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കും കേട്ടോ. ഫോണും ഉണ്ടാകും കയ്യിൽ വീഡിയോ പിടിക്കാനായിട്ട്. അപ്പോൾ ഫോണിൽ കുറേ മഴ പെയ്യും, എങ്കിലും എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മഴ ചിത്രങ്ങൾ എടുക്കാൻ എനിക്ക് എന്ത് ക്രേസാണെന്നറിയോ. അപ്പോൾ അത് മാക്സിമം എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിക്കും കേട്ടോ. ഓ ഭയങ്കര പൊക്കിയാണല്ലോ അടിക്കുന്നത്. എനിക്ക് പത വേണം, അപ്പയ്ക്ക് പത കാണരുത്. കുടിച്ചോ കുടിച്ചോ, ചൂടാ, പിടിച്ചു കുടിക്കട്ടെ കേട്ടോ. നല്ല ചായ, നല്ല ചായ, സ്ട്രോങ്ങാ. ഇത് നമ്മളിട്ട മെഷർമെൻറ്റ് കറക്റ്റാ. 1.5 സ്പൂൺ വടിച്ചിട്ട് ഞാൻ ആ സ്പൂണിന് 2 കപ്പ് വെള്ളത്തിന്, 2 കപ്പല്ല ശരിക്കും, ഈ കപ്പിന് 3/4 കപ്പ് എടുത്ത് വെള്ളം, സ്റ്റീൽ മഗ്ഗിന്. എന്നാലല്ലേ വെള്ളം വറ്റൂലേ കുറച്ച്. ചക്ക വറുത്തതും ചായയും. അതെ, മഴയുണ്ടോ? കൊറേ നേരം മുമ്പ് 2 മണിക്കൂർ മുമ്പ് അലർട്ട് വന്നായിരുന്നു, അതിശക്ത മഴ എന്ന് പറഞ്ഞു. ആണോ? ഇത് 2 ഷൂവും പിടിച്ചോണ്ടിരിക്കണ എന്നാന്ന് എല്ലാരും വിചാരിക്കുമായിരിക്കും. ഇന്നാളെ ഇവിടെ ഈ ഇറയത്തി ഷൂ ഇട്ടേക്കണോണ്ട് അപ്പേനെ വിളിച്ച് ഇതന്നെ ഷൂ കൊണ്ട് ഇറയത്തിട്ടേക്കണേന്ന്. അപ്പൊ ഒരു 2 മാസം മുമ്പാ ഇവളുടെ ഷൂ ആട്ടോ, ഞാൻ ഷൂ ഒന്നും യൂസ് ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയാലോ. ഇവിടെ ഇടട്ടെ. 2 മാസം മുമ്പ് ഇവള് വേനൽക്കാലത്താ, ശരിക്കും മെയ് മാസമാണെന്ന് തോന്നുന്നു അല്ലേ, ഇത് അപ്പടി പൊടിയാന്നും പറഞ്ഞ സോപ്പ് പൗഡറൊക്കെ ഇട്ട് കുറേ നേരം ഒരു ഡിഷിലിട്ട് വെച്ച് കഴുകി. പക്ഷെ വേനൽക്കാലമായിരുന്നു, വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്ത. പക്ഷേ പിറ്റേ ദിവസം 2 ദിവസമൊക്കെ വെയിലത്ത് വെച്ചു. പിറ്റേൻ്റെ പിറ്റേ ദിവസം കൊണ്ടുപോകാൻ ഓർത്ത് നോക്കിയപ്പോൾ ആകമൊക്കെ ഉണങ്ങിയ പോലെയുണ്ട്, പക്ഷെ ഭയങ്കര ബാഡ് സ്മെല്ല, ഭയങ്കര മണം തന്നെ. അപ്പം എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര സ്മെല്ല, വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചേരാം, ഞാൻ പോവാന്ന് പറഞ്ഞു. ഒരാഴ്ച വെയിലുള്ള ദിവസങ്ങളായിരുന്നു, അത് മെയ് മാസം. ഒരാഴ്ച വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടും അതിൻ്റെ സ്മെല്ല് പോണില്ല. അത് ഞാൻ മനസ്സിലാക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തൊക്കെ അത് ഉണങ്ങണില്ല, പുറമേ ഭാഗം ഉണങ്ങിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണതായിരിക്കാം. അപ്പം ഞങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, പുതിയ ഷൂ അല്ലായിരുന്നോ? പുതിയ ഷൂ ആണ് മേടിച്ചിട്ട് പുതിയതല്ല, കുറെ നാളായതാ. എന്നാലും ഒത്തിരി ഒന്നും ആയിട്ടില്ല ഇത്, എനിക്കറിയാം അതിൻ്റെ കാലകാരണമൊക്കെ. അപ്പം ഇത് ഇങ്ങനെ ഭയങ്കര സ്മെല്ലാ, കഴുകിയിട്ട് അത് സ്മെല്ല് പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ടിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ എന്തൊക്കെ എഴുതിയായിരുന്നു. പക്ഷെ അതിൽ അല്ല, സിമ്പിളായിട്ടൊരു സംഗതി കണ്ട് ഞാനത് ചെയ്തു നോക്കാമെന്ന്. ഇവളിവിടെ ഓഫീസിൽ പോകുമ്പോൾ ഈ ചെരുപ്പ് പിന്നെ ഇടൂല, കാരണം സ്മെല്ലാ, പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ചെരുപ്പിട്ട് ഷൂവും ഒക്കെ മാറിയിട്ടോണ്ട് പോകും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പറഞ്ഞതനുസരിച്ച് പറഞ്ഞ ആളുടെ പേര് മെൻഷൻ ചെയ്യാം. ന്യൂസ് പേപ്പർ ചുരുട്ടി അകത്ത് വെക്കാം. ന്യൂസ് പേപ്പർ ചുരുട്ടി ഇതിനകത്തേക്ക് വെച്ച് ഇതിലേക്ക് വലിയൂന്ന. അപ്പോൾ അവർ ഗൂഗിളിൽ എന്തോ നോക്കി സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണെന്നും പറഞ്ഞാണ് ഇട്ട് തന്നത്. പറഞ്ഞു തന്ന സബ്സ്ക്രൈബറുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുവാണ്, മേരി KJ. ഞങ്ങൾ പുള്ളിക്കാരിനെ അറിയോ ഒന്നുമില്ല, എവിടെയുള്ള ആളാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒരു പ്രാവശ്യം എന്തോ വീഡിയോയിൽ എഴുതി എറണാകുളം ബേസ് ആണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അതുപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടി ഇതിൻ്റെ അകത്ത് വെച്ചു. അത് ജൂൺ മാസമാണ് ഇത് ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചത്, ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിൽ. ഇത് മെയ്യിലാണ് വാഷ് ചെയ്തത്. വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വെയിലുള്ളപ്പോൾ ഇങ്ങനെ ഇപ്പം ഇടവിട്ട് മഴയും വെയിലും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ പുറത്തെടുത്ത് വെക്കും. 2-3 ദിവസം മുമ്പ് ഈ സിറ്റ് ഔട്ടിൽ ആ പാനലിൻ്റെ അതെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാനും ഓർത്തു ഇനിയിപ്പോൾ ഈ ഷൂ പോയി, ഇതിൽ ചെറിയ സ്മെല്ലുണ്ടായിരുന്ന ഇങ്ങനെ വെക്കുമ്പോഴും എന്നോർത്ത് വെച്ചേച്ച് ഞാൻ വൈകുന്നേരം അത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇല്ലേ, ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ യാതൊരു തരത്തിലുള്ള സ്മെല്ലും അതിലില്ല. അത് ഞാൻ മനസ്സിലാക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ ചിലപ്പോൾ ഇത് വലിച്ചെടുത്ത് കാണും, കൂടാതെ ഈ സോള് മുഴുവൻ ശരിക്ക് ഉണങ്ങിക്കാണും. ഈ നമ്മൾ ഉണങ്ങിയെന്ന് നമുക്ക് തോന്നിയാലും ഇതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലേ, ഈ സംഗതികളൊക്കെ ചിലപ്പോൾ ഉണക്ക് ഇവിടെയൊക്കെ ഉണക്ക് തട്ടിയിട്ടില്ലായിരുന്നിരിക്കും, അതുകൊണ്ടായിരിക്കും ആ സ്മെല്ല് വന്നത്, എനിക്കറിയില്ല. അപ്പൊ ഏതായാലും ഇപ്പം നല്ല നല്ല ആഘോഷമായിട്ട് ഉണങ്ങി നല്ല
സുഖമായി. മഴക്കാലത്ത് ഇടാൻ പറ്റൂലെങ്കിലും ദേ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലായി. ഇത് അന്നേരം എത്ര ദിവസം വെച്ചു ഇങ്ങനെ? ഏത് ന്യൂസ് പേപ്പർ ചുരുട്ടി പുള്ളിക്കാരി മെയ് ലാസ്റ്റാ പറഞ്ഞതാ. മെയ് ലാസ്റ്റ് മുതൽ ന്യൂസ് പേപ്പർ ചുരുട്ടി വെച്ചു. പക്ഷേ ജൂൺ മാസത്തിലും വെയിലത്ത് ഇത് വെക്കണുണ്ടായിരുന്നു. ഇപ്പം ഈ മിനിഞ്ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് വരെ ഈ സിറ്റ് ഔട്ടിൽ ഇത് വെച്ചേക്കുമായിരുന്നു. ഇങ്ങനെ വെയിലടിക്കുമല്ലോ, കാലത്തെ സിറ്റ് ഔട്ടിൽ വെയിലടിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദിവസം വെച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ എണ്ണയില്ല കേട്ടോ. എങ്ങനെയാണെങ്കിലും ഈ റിപ്പോർട്ട് പുള്ളിക്കാരി ഇട്ട് തന്നതിന് ശേഷം ഞാനതിൽ വെച്ചു. അപ്പം നമ്മൾ നല്ല റിപ്പോർട്ട് തരണതും അവരുടെയും പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേര് തീർച്ചയായിട്ടും പറയണമല്ലോ. അത് ആവശ്യമായതുകൊണ്ട് പറയണതാണ്. പേര് വെച്ചാണല്ലോ അക്കൗണ്ടിൽ ഈ കമൻറ്റ് വന്നതാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറയുവാണ്. ഇതിലൂടെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പരിചയമൊന്നും ഉള്ളവരല്ല, നിങ്ങളെപ്പോലെ തന്നെ വീഡിയോ കാണുന്ന ഒരു ലേഡിയാണ്. അതെന്ന് ഞാൻ മനസ്സിലാക്കണോ. ഇതിലൂടെ ഒരു ബിഗ് താങ്ക്സ് കൊടുക്കുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പാകത്തിനായി. ഷോപ്പിൽ നിന്നാണോ ഇത്? അല്ല, ഓൺലൈൻ അല്ലേ? അപ്പം ഏതായാലും ഇനിയിപ്പോൾ നിനക്ക് ഉപയോഗിക്കാം. മഴക്കാലത്ത് നീ ഇത് ഇടാറില്ല. മഴക്കാലത്ത് മഴ ഷൂ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ഉണക്കി നീറ്റാക്കി ഇനി പേപ്പർ എടുത്ത് വേണമെങ്കിൽ മാറ്റിയേക്കാം. നല്ല വൃത്തിയായി കിട്ടിയെന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഓക്കെ.